വി എസ് അച്യുതാനന്ദൻ മരിച്ചിട്ടിപ്പോൾ ഒരു വർഷമായി. എന്താണ് വി എസ് ഇവിടെ വിട്ടുപോയിരിക്കുന്നത്? അതാണ് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ വി എസിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളെ മലയാളി സമൂഹം പിന്നെയും പിന്നെയും പേർത്ത് ഓർമ്മിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ടായി. നിരന്തരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ വന്ന സമയത്ത് വി എസ് ഈ നാടിനെ നയിക്കാനുണ്ടായിരുന്നെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കാനുണ്ടായിരുന്നെങ്കിൽ എന്ന് വളരെ ഒരു വിഷമത്തോടു കൂടി പറയുന്ന നിരവധി പേരെ കാണാൻ ഇടയായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വി എസിൻ്റെ ഈ ഒരു പേഴ്സണാലിറ്റി, അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം ഇത്രയേറെ നമ്മുടെ ജനങ്ങളുടെ മനസ്സിനകത്ത് നിലനിൽക്കുന്നത്? അദ്ദേഹം ഈ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും കരുത്താർജിച്ച അല്ലെങ്കിൽ വിവാദ പുരുഷനായിരുന്ന 90-കൾക്ക് മുതലുള്ള കാലത്ത് വി എസുമായിട്ട് നല്ല അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ്. എന്താണ് വി എസിൻ്റെ പേഴ്സണാലിറ്റിയിൽ ഈ പ്രത്യേകത? വി എസിൻ്റെ അഭാവം യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. വി എസ് ഏറെക്കുറെ ഒരു 2019 ഒരുപക്ഷെ കോവിഡിൻ്റെ ഒരു വരവിൻ്റെ സമയം മുതൽക്ക് വി എസ് സൈലൻ്റ് ആയിരുന്നു. വി എസ് ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വളരെ വീടിനകത്ത് തന്നെ കഴിയുകയാണ് ചെയ്തത്. അങ്ങനെ വളരെ വർഷങ്ങൾ വീടിനകത്ത് കഴിഞ്ഞാൽ നിശബ്ദനായി നിന്ന ഒരാൾ മരിച്ചപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ജനകീയ അപ്സർജാണ് ഉണ്ടായത്. ആളുകൾ ഒഴുകിയെത്തി വി എസിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നു. ഇത്രയും വർഷം രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാൾക്ക് പോലും ജനങ്ങളുടെ മനസ്സിലുള്ള സ്ഥാനം തിരിച്ചറിയാൻ പലപ്പോഴും മാധ്യമങ്ങൾ ഉൾപ്പെടെ അത്ഭുതത്തോടെയാണ് ആ സംഭവത്തെ കണ്ടത്. തിരുവനന്തപുരത്ത് നിന്ന് വി എസിൻ്റെ ഭൗതികദേഹം ആലപ്പുഴയിലെ വലിയ ചൂടുകാട്ടിലെത്തുന്നത് വരെയുള്ള ജനങ്ങളുടെ ഒരു വൈകാരിക പ്രകടനം സവിശേഷമായിരുന്നു. വി എസ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത്, പ്രത്യേകിച്ച് CPM-നകത്ത് ഒരു തിരുത്തൽ ശക്തി എന്ന നിലയ്ക്കാണ് കഴിഞ്ഞ 10-25 കൊല്ലം നിലനിന്നത്. വി എസിന് പല ഘട്ടങ്ങളും കോഴിക്കോട് സമ്മേളനം മുതൽ 91 കോഴിക്കോട് സമ്മേളനത്തിന് ശേഷം വി എസിൻ്റെ നിലപാടുകളിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ അതിനു മുമ്പുള്ള വി എസിനെ കുറിച്ച് എനിക്ക് അത്ര ഓർമ്മകളില്ല. പ്രത്യേകിച്ചും ഒരു 1987 ഘട്ടത്തിൽ ആണ് വി എസ് കുറെ കൂടി എന്നെപ്പോലുള്ളവരുടെ മനസ്സിലേക്ക് വരുന്നത്. കാരണം MVR-നെ പുറത്താക്കിയതിന് ശേഷമുള്ള സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന വി എസിനെ ശ്രദ്ധിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. ഒരുപക്ഷെ അതിനു മുമ്പ് താങ്കളെപ്പോലുള്ളവർക്ക് അതിനു മുമ്പുള്ള വി എസിനെ കുറിച്ച് കുറെ കൂടി പറയാനുണ്ടാവും. എന്തായിരുന്നു യഥാർത്ഥത്തിൽ ആ കാലം? ഞാൻ സത്യത്തിൽ വി എസിനെ കാണുന്നത് 73-ലോ 74-ലോ. ഞങ്ങളുടെ നാട് കൊടുവള്ളി എന്ന് പറയുന്നത് വയനാട്ടിലേക്ക് പോകുന്ന പ്രദേശത്ത് ഒരു ദിവസം വി എസ് പ്രസംഗിക്കാവുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പം ഞങ്ങളൊക്കെ SFI ഉള്ളതാണ്. 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ SFI ഉള്ളത്. അതുകൊണ്ട് വി എസ് ആയതുകൊണ്ട് ഞങ്ങളൊക്കെ പോയി. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ വളരെ അടുത്ത് നിന്നാണ് ഞാൻ അദ്ദേഹത്തിന് പ്രസംഗം കേട്ടത്. അതൊരു വല്ലാത്ത നമ്മൾ പിൽക്കാലത്ത് കണ്ട വി എസ് അല്ല. നല്ല തടിയും ശരീരവും, നല്ല പുഷ്ടിയുള്ള ശരീരം, നല്ല കാര്യം പോലുള്ള ശരീരം, വെളുത്ത ജുബ്ബ, അസാധാരണമായ ശബ്ദം. അദ്ദേഹത്തിൻ്റെ ശബ്ദവും അദ്ദേഹത്തിൻ്റെ പ്രസംഗവും ഒക്കെ നമ്മളെ വല്ലാതെ ഒരു ആവേശത്തിൻ്റെ ഇതിലേക്ക് എത്തിക്കും. ആളോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും എല്ലാം ഒരു വലിയ നേതാവിൻ്റെ രീതിയിൽ തന്നെയാണ് അദ്ദേഹം പെരുമാറിയുന്നത്. പക്ഷെ നമുക്ക് അദ്ദേഹമായിട്ട് അന്ന് എനിക്ക് ബന്ധപ്പെടാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ നാട്ട് ചെറിയൊരു പ്രദേശമാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ സംഗതി ആകെ 5-6 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ആ കാലത്തുള്ള വി എസ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പിന്നീട് അദ്ദേഹമായിട്ടൊരു കൂടുതൽ അടുത്തൊരു ബന്ധം വരുന്നത് ദേശാഭിമാനിയിൽ 82 കാലത്ത് ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് വയനാട്ടിലൊരു വലിയ അക്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുൽപ്പള്ളി ഭാഗത്ത് വലിയ അക്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് വീടുകളൊക്കെ തകർത്ത് നശിപ്പിച്ചു. എന്തുകൊണ്ടായിരുന്നു ആ സംഭവത്തിൻ്റെ കാരണം എന്താ എനിക്കറിയില്ല. പക്ഷെ ഒരുപാട് വീടുകൾ നശിപ്പിക്കുകയും ഒരുപാട് കൃഷിയിടങ്ങൾ തകർക്കുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അറിഞ്ഞ വി എസ് അന്ന് പാർട്ടി സെക്രട്ടറിയാണ് അദ്ദേഹം. വി എസ് കോഴിക്കോട്ട് വന്നു, ദേശാഭിമാനിയിൽ വന്നു. അപ്പോൾ അബ്ദുറഹ്മാനോ ആരോ എന്നോട് പറഞ്ഞു വി എസിൻ്റെ കൂടെ ഒന്ന് പോകണം. അദ്ദേഹം അവിടെ വയനാട് ആ പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കുകയാണ്. എൻ്റെ കണക്കുകളൊക്കെ കൃത്യമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അത് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. അപ്പോൾ വി എസിൻ്റെ ഒരു പ്രത്യേകത അന്നാണ് ഞാൻ വി എസിനോട് അടുത്ത് നിന്ന് ഞാൻ വി എസിനെ കാണുന്നത്. അപ്പോൾ അദ്ദേഹം പോണ വഴിയിൽ വയനാട്ടിലേക്ക് നേരെ അങ്ങ് പോവുകയല്ലേ ചെയ്യുന്നത്. മറ്റു പല നേതാക്കളും നേരെ അങ്ങ് പോവുകയാണ് ചെയ്യുക. അദ്ദേഹം അവിടെ താമരശ്ശേരി ചെന്നപ്പോൾ അവിടെ കാരാടി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സ്ഥലത്ത് കയറുന്നതിന് തൊട്ട് മുമ്പ് കാരാടിയിൽ വലത്തോട്ട് കയറിയ അപ്പോൾ CPM-ൻ്റെ ഓഫീസുണ്ട്. അവിടെ ചെന്നിട്ട് അപ്പം പാർട്ടിയിൽ ഓഫീസ് കയറി. അപ്പോൾ അവിടെ നോക്കെ ഭാസ്കരനാണ് സെക്രട്ടറി.
വലിയ ഞങ്ങളൊക്കെ ഒരു വലിയ നേതാവാണ്. പക്ഷെ ഓക്കെ ഓഫീസിലില്ല, അദ്ദേഹം എവിടെയോ പോയിരിക്കുകയാണ്. അപ്പം അവിടെ ചന്തു പറഞ്ഞിട്ട് വേറൊരു ഓഫീസ് സെക്രട്ടറി ഉണ്ട്, അദ്ദേഹം വന്ന് VS വന്നു. അപ്പോൾ VS അദ്ദേഹത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചോദിച്ചിട്ട് പിന്നെ അടുത്ത അവൻ്റെ പിന്നെ അടിവാരത്തെത്തി അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി പിന്നെയാണ് അദ്ദേഹം മുകളിൽ കയറുന്നത്. അപ്പം ഈ സ്ഥലത്ത് ചെന്നപ്പോൾ നമ്മൾ സാധാരണ ഒരു നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് വളരെ വ്യത്യസ്തമാണ് VSന്റെ സമീപനം. ഓരോരോ വീട്ടിലും കയറി അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് എല്ലാം നോട്ട് എന്നോട് അതെല്ലാം കണക്കൊക്കെ എഴുതി വെക്കും. അതെല്ലാം റെഡിയാക്കി മുഴുവൻ എല്ലാ സ്ഥലത്തും പോയിട്ട് അങ്ങനെ മൂപ്പര് വിവരങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ആളോട് സംസാരിച്ച ശേഷം തിരിച്ച് മൂപ്പര് വണ്ടി കയറി തിരിച്ചു വരാൻ നേരത്തെ ഒരാൾ ഓടി വന്നു. അപ്പോൾ അദ്ദേഹത്തിനും എന്താ പറയുന്നത്, അവിടെ കൊണ്ട് നിർത്തി പുറത്തേക്ക് ഇറങ്ങി എന്താണ് വിഷയം, എന്താണ് കാര്യം, അതൊക്കെ ചോദിച്ചിട്ട് എല്ലാം ശരി അപ്പോൾ സമാധാനമാക്കിയിട്ടാണ് പുള്ളി വരുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു മനുഷ്യരോട് ഇത്രയേറെ അടുപ്പം കാണിക്കുന്ന ഒരു നേതാവിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വേറെ കണ്ടിട്ടില്ല. ഓരോ പ്രദേശത്ത് പോയും ആ മനുഷ്യൻ, അതാ എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ VSന്റെ ഒരു ഇമേജ് ജനങ്ങളുടെ മനസ്സിനകത്തേക്ക് ഇത്രയേറെ പതിപ്പിച്ചത് ഓരോ വിഷയത്തിലും ഇൻറ്റിമേറ്റായിട്ട് ജനങ്ങളോട് സംവദിക്കാനും അവരുടെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവാണ്. ഒരു സാധാരണക്കാരൻ്റെ ഒരു ജീവിതം അങ്ങേയറ്റം തൊട്ടറിഞ്ഞ ഒരാളാണ്. അത് അന്ന് മുതലേ അതാണ്. പിന്നീട് പ്രതിപക്ഷ നേതാവൊക്കെ ആയിരുന്ന കാലത്ത് VSന്റെ ആ മട്ടിലുള്ള പ്രകടനം ശരിക്കും നമ്മൾ കേരളം കണ്ട് ഞെട്ടിയതാണ്. അദ്ദേഹം മതികെട്ടാൻ്റെ മുകളിൽ കയറി ഇറങ്ങി സ്ത്രീകളുടെ സമരത്തിൽ, തേയിലത്തൊഴിലാളി സമരത്തിൽ, എല്ലാ കാര്യങ്ങളിലും VSന്റെ ഒരു സമീപനം എന്ന് പറയുന്നത് ജനങ്ങളുടെ വിഷയങ്ങളിൽ അത്രയേറെ ആഴത്തിൽ. അതാണ് എനിക്ക് തോന്നുന്നത് VSനെ ജനങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചത് ഈ ഒരു സ്വഭാവമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. VS പക്ഷേ വളരെ കർക്കശക്കാരനായ ഒരു പാർട്ടി സെക്രട്ടറി ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അല്ല, അത് തീർച്ചയായും ആ കാലത്തുള്ള പാർട്ടിയുടെ നേതാക്കന്മാരെന്ന് പറയുന്നത് അന്നത്തെ പാർട്ടി ഇന്നത്തെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയല്ല. അന്ന് വിപ്ലവത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ നിങ്ങൾ സങ്കല്പിക്കുന്ന ഒരു കാലമാണ്. വിപ്ലവം രാജ്യത്ത് നടക്കുമെന്നും വിപ്ലവത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കുമെന്നും കമ്മ്യൂണിസ്റ്റുകാർ ഈ രാജ്യത്തിൻ്റെ ഭരണത്തിലെത്തും എന്നൊക്കെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു കാലമാണത്. അപ്പം പാർട്ടി എന്ന് പറയുന്നത് ആ പാർട്ടി എന്ന് പറയുന്നത് വലിയൊരു അഭിമാന പ്രശ്നമാണ്. അപ്പം അതിനകത്ത് പക്ഷേ സഖാക്കളോടുള്ള ആ ഒരു പ്രത്യേകമായിട്ടുള്ള ആഭിമുഖ്യവും സ്നേഹവും അതിൻ്റെ മറുഭാഗമാണ്. പക്ഷെ അതിനകത്ത് ഒരു വ്യത്യാസം വരുന്നത് എനിക്ക് തോന്നുന്നു 87 കഴപ്പിൽ MVR-ഉമായിട്ടുള്ള യുദ്ധം വന്നു. ആ യുദ്ധത്തിനകത്ത് വളരെ കർശനമായ നിലപാടുകൾ എടുത്തത് MVR-നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളൊരു സമീപനത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം നിലപാടുകൾ എടുത്തത്. അതൊരു ചായകുടിയുടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ചായ കൊടുത്തപ്പോൾ അത് MVR എന്തോ പറഞ്ഞു, അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ തന്നെ കാർക്കശ്യത്തെക്കാളേറെ പാർട്ടിയുടെ നിലപാടുകൾ ഉറച്ചു പിടിക്കുന്ന ഒരു തമാശ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കോഴിക്കോട് ഒരു പത്രസമ്മേളനം നടക്കുന്നു. VS സംസ്ഥാന സെക്രട്ടറിയാണ്, EMS അഖിലേന്ത്യാ സെക്രട്ടറിയാണെന്ന് എൻ്റെ ഓർമ്മ. ഇപ്പോൾ ഈ മുസ്ലിങ്ങളുമായിട്ടുള്ളൊരു ബന്ധപ്പെട്ടൊരു വിഷയമാണ്. പിന്നെ ഈ ശരീരത്തുമായിട്ട് അപ്പോൾ VS ഒക്കെ അത് കടുത്ത നിലപാടാണ്. VS ശരീരത്തിൻ്റെ കാര്യത്തിൽ അത് പ്രാകൃതമായിട്ടുള്ള ഒരു ആചാരമാണെന്നൊക്കെ പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഈ വിഷയത്തിൽ എന്തോ ഒരു കാര്യം ഞാൻ പുള്ളിയോട് ചോദിച്ചു. EMS പറഞ്ഞാലും തെറ്റാണെങ്കിൽ ഞാൻ പാർട്ടി തിരുത്തും. സ്വാഭാവികമായിട്ടും EMSന് അത്ര ഇഷ്ടപ്പെട്ടു എന്ന് ആർക്കും കരുതാനാവില്ല. എന്തായാലും അത് പിന്നീട് രണ്ടുപേരും തമ്മിലുള്ള ബന്ധങ്ങൾ പതുക്കെ അകന്നു പോകുന്നൊരു കാഴ്ചയുണ്ടത്. മാത്രമല്ല ആ സംഭവത്തിൽ പുള്ളി ഇപ്പം അതിൻ്റെ പ്രാകൃതം എന്നുള്ള വാക്ക് ഞാൻ ഇംഗ്ലീഷിലാണ്, ഞാൻ ഇന്ത്യൻ എസ്എസിലാണ്. അപ്പോൾ അതിൽ ഞാൻ ബാർബേറിയൻ പ്രാക്ടീസ്, ഷാറിയത്ത് ഈസ് ബാർബേറിയൻ പ്രാക്ടീസ്, VS തന്നെ ഹെഡിങ് ഇട്ടു. അത് ഡൽഹിയിൽ ഒക്കെ വലിയ വാർത്തയായി, അത് പ്രശ്നമായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം സുർജിത്ത് ഇവിടെ വന്നപ്പോൾ CH ഗണാരൻ മന്ദിരത്തിൽ പത്രസമ്മേളനം നമ്മളൊക്കെ പോയി. സുർജിത്ത് പല കാര്യങ്ങളും പറഞ്ഞ് മിണ്ടാണ്ടിരിക്കുക തുടങ്ങി. അപ്പം ഞാൻ ചോദിച്ചു, ഈസ് ശരീരത്തെ ബാർബേറിയൻ പ്രാക്ടീസ്, ഡു യു തിങ്ക് സോ? നോ. അപ്പോൾ VSന്റെ മുഖത്തിട്ടിട്ടുള്ള ഒരു അടിയാണ് സുർജിത്ത് പരസ്യമായിട്ട്. അങ്ങനെ കുറേ തമാശകളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ ഒരു സവിശേഷതയാണ്. പുള്ളി എന്താണോ ഉറച്ചു വിശ്വസിക്കുന്നത് അതിനകത്ത് ഒരു കോംപ്രമൈസിനും VS പോവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. ഏതായാലും ശരിയാണ്, VSന് ഒരു തന്ത്രപരമായ ഒരു പിഴവ് സംഭവിച്ചായിട്ട് എനിക്ക് തോന്നിയത്, യഥാർത്ഥത്തിൽ MVR ഉയർത്തിയ പ്രശ്നങ്ങളെ, MVR-നൊപ്പം ഉണ്ടായിരുന്ന സഹാക്കളെ കുറേ കൂടി പാർട്ടിയോട് ചേർത്ത് നിർത്തുന്ന ഒരു സമയം സ്വീകരിക്കാത്തത് കൊണ്ടുണ്ടായ ദുരന്തം, തുടക്കത്തിൽ MVR-നെതിരായി നിന്ന എല്ലാ ആളുകളും VSന്റെ കൂടെ നിന്നെങ്കിലും പിന്നീട്
ഒരു 98-ന് ശേഷമുള്ള കാലത്ത് വി എസിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറിയത്, വി എസിനെ പിന്നിൽ നിന്ന് കുത്തിയതൊക്കെ ഈ MVR വിരുദ്ധ ലോബിയാണ്. പിണറായി വിജയൻ, ഇ പി ജയരാജൻ, പി ജയരാജൻ തുടങ്ങിയ ആ സംഘമാണ്. യഥാർത്ഥത്തിൽ ഈ MVR അന്ന് പാർട്ടിക്കകത്തുനിന്ന് പോയിരുന്നില്ല എങ്കിൽ ഇവരാരും തലവെക്കുമായിരുന്നില്ല. കാരണം MVRൻ്റെ ടീം വേറെയായിരുന്നു. തന്ത്രപരമായിട്ട് വി എസിനെ പാളിയ പ്രധാനപ്പെട്ട ഒരു സന്ദർഭം അതാണെന്ന് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിൽ. അല്ല, ആ കാലത്ത് MVR ഈ സംഘർഷം ഉണ്ടാകുമ്പോൾ പിന്നീട് കോഴിക്കോട് വെച്ചിട്ട് അദ്ദേഹത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ സ്ഥാനത്ത് നിന്ന് വെട്ടിന്ന് വീഴ്ത്തും എന്ന് അദ്ദേഹം സങ്കല്പിക്കുന്നില്ലല്ലോ. അതിനുശേഷം ആ സമയത്ത് 91 സമ്മേളനത്തിൻ്റെ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട 87 ഈ വലിയ ആഭ്യന്തര യുദ്ധം ജയിച്ചു നിൽക്കുകയാണ്. MVRനെതിരായിട്ടുള്ള യുദ്ധം ജയിച്ചു നിൽക്കുന്നു. 87 പാർട്ടി അധികാരത്തിൽ വരുന്നു. അങ്ങനെ വരുന്ന ഒരു സമയത്താണ് അപ്പോൾ ഈ സർക്കാർ പോയിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് പാർട്ടിയിൽ തനിക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു ശബ്ദം വരും, എന്തെങ്കിലും ഒരു അനക്കം ഉണ്ടാവും ഒരിക്കലും. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ രാഷ്ട്രീയ സമരങ്ങളും വിജയിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് ജില്ലാ കൗൺസിലിൽ വലിയ വിജയം കിട്ടി. അതെ, ആ സമയത്താണ് സമ്മേളനത്തിൻ്റെ ഇടയിൽ അന്ന് ഞാനത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സാധാരണക്ക് പാർട്ടിയുടെ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്ന ഒരു വിഷയമല്ല. പക്ഷേ ഇത് നീണ്ടു പോവുകയാണ്. എന്താ സംഭവിക്കുന്ന ആർക്കും അറിയില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് MM ലോറൻസ് ആണ് ഇത് ഈ പത്രക്കാരെ വിളിച്ചിട്ട് പറയുന്നത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അദ്ദേഹം EK നായനാർ സെക്രട്ടറി അല്ല. അപ്പം അത് നമ്മൾ EK നായനാർ സെക്രട്ടറി യെസ് അല്ലേ? അല്ലല്ലേ, EK നായനാർ. അപ്പോൾ എന്തെങ്കിലും യുനാനിമസ് ആയിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേന്നുമാണ് മാതൃഭൂമിയിലും ഒക്കെ ആ വാർത്ത വന്നത്. പാർട്ടിക്കകത്ത് തർക്കമുണ്ടായി. പിന്നെ 1-2 അഡീഷണൽ ആയിട്ട് വയ്ക്കുക, എന്തൊരു 2 പേരെ അഡീഷണൽ കമ്മിറ്റിയിൽ വെച്ചു. EMS ആണ് അത് സജസ്റ്റ് ചെയ്തത്. അവർ തിരിച്ചു കുത്തി, VS പൊട്ടി എന്നുള്ള വാർത്തകളൊക്കെ പിന്നീട് വന്നു. പക്ഷെ ആ ഒരു സംഭവത്തോടു കൂടിയാണ് എനിക്ക് തോന്നുന്നത് VS അച്യുതാനന്ദന് പാർട്ടിയിൽ തനിക്കെതിരായിട്ട് വലിയൊരു ശക്തമായ ലോബി ഉണ്ട് എന്നുള്ള തോന്നലുണ്ടായത്. പിന്നീട് അദ്ദേഹത്തെ മാരാരിക്കുളത്ത് വെട്ടി വീഴ്ത്തി ശരിപ്പെടുത്തി കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബിറ്റർനെസ് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഇതിലുണ്ടായിരുന്നു. MVRുമായിട്ടുള്ള വിഷയത്തിലൊരു VSനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് MVRുമായിട്ട് അദ്ദേഹത്തിന് വ്യക്തിഗതമായിട്ട് അടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം അന്നുണ്ടായിരുന്നു. MVRൻ്റെ ഒരു ശൈലി അതായിരുന്നു. നിങ്ങൾ അവസാന കാലത്ത് കാണുന്ന MVR അല്ല. 70കളിലും 80കളിലും നമ്മൾ കാണുന്ന MVR എന്ന് പറഞ്ഞാൽ വലിയൊരു തൻപോരിമയുള്ള വലിയ കരുത്തരായ നേതാവാണ്. പക്ഷെ വലിയ തൻപോരിമുള്ള ആരെയും വിലവെക്കാത്ത ഒരു നേതാവായിരുന്നു. അതിൻ്റെ ഒരു പ്രശ്നം അതിനകത്തുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സെക്രട്ടറിയായി പോലും വിലവെക്കാത്ത ഒരാളെ പാർട്ടിയിൽ വെച്ച് പൊറപ്പിക്കാൻ കഴിയില്ല എന്നുള്ള സമീപനമാണ് VSൻ്റേത്. അദ്ദേഹം അടിമുടി പാർട്ടിക്കാരനാണ്. ഇതാണ് അതിൻ്റെ പ്രശ്നം. പക്ഷേ 91-ൽ VSനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയതും പിന്നീട് മാരാരിക്കുളത്ത് തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചതുമൊക്കെ അതിനൊക്കെ മുമ്പിൽ ഏറെക്കുറെ EK നായനാർ എന്ന് പറയുന്ന ഒരു വലിയ നേതാവുണ്ട്. പക്ഷേ ദൗർഭാഗ്യകരമായ കാര്യം ഇതേ EK നായനാരെ താൻ തോറ്റപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് നിയോഗിക്കുകയാണ് VS ചെയ്തത്. സുശീല ഗോപാലിനെ മാറ്റി അങ്ങനെ നായനാരെ തന്നെ മുഖ്യമന്ത്രിയാക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നായനാരെ മുമ്പിൽ നിർത്തിയിട്ട് CIT വിഭാഗത്തെ മുഴുവൻ അരിഞ്ഞ് തള്ളി പാലക്കാട് സമ്മേളനത്തിൽ. അത് കഴിഞ്ഞ് VS നേരിടേണ്ടി വരുന്നത് പിണറായി വിജയനെയാണ്. EK നായനാരുടെ നിഴലായി നടന്ന പിണറായി വിജയനാണ് പിന്നീട് അവസാനത്തെ ശത്രുവായിട്ട് VSന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇത് പാർട്ടിക്കകത്തെ ശാക്തിയ ബലാബലങ്ങളിൽ VS അനുഭവിച്ച കാര്യങ്ങളാണ്. അല്ല, അതിലൊരു തോൽവിക്ക് ശേഷമാണ് വേറൊരു VS ഉണ്ടാവുന്നത്. അതെ, VS ജനകീയമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് വരുന്നത് ഈ സംഭവങ്ങൾക്ക് ശേഷമാണ്. പാർട്ടിക്ക് പുറത്തേക്കുള്ള ഒരു പുതിയ പബ്ലിക് ഇമേജിനെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു 95-ലോ 94-ലോ അല്ല 2004 അത് മാത്രമല്ല മലപ്പുറം സമ്മേളനത്തിന് ശേഷമുള്ള കാലത്താണ് ആ തരത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു പുതിയ പൊളിറ്റിക്സ് എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് അദ്ദേഹം വരുന്നത്. ഇന്ത്യയിൽ പാർട്ടിക്ക് പുറത്തേക്ക് വരിക എന്നുള്ളൊരു സമീപനം അദ്ദേഹം സ്വീകരിച്ചു. പാർട്ടിക്കകത്ത സമരങ്ങൾ കൊണ്ട് ഫലമില്ലാതായപ്പോൾ ജനങ്ങളോട് നേരിട്ടുള്ള ഒരു പുതിയ ഒരു രാഷ്ട്രീയ സമീപനം അദ്ദേഹം സ്വീകരിച്ചു. അതാണ് യഥാർത്ഥത്തിൽ VSനെ അവസാന കാലത്ത് ഏറ്റവും കൂടുതൽ ജനകീയ അംഗീകാരം നേടിക്കൊടുത്തത്. അതിനുശേഷം ആ കാലത്താണ് അദ്ദേഹം എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും അതിശക്തമായിട്ട് ഇടപെട്ടത്. ആ സമയത്ത് നമുക്ക് ഓർമ്മയുണ്ടോ, ഞാനന്ന് ഡൽഹിയിൽ നിൽക്കുന്ന സമയത്താണ് 2004-ലോ 2005-ലോ 2005-ൽ 18ാം പാർട്ടി കോൺഗ്രസ് നടക്കുന്നു. 18ാം പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത്
വി എസിനെതിരായിട്ടുള്ള നീക്കങ്ങൾ വളരെ ശക്തമായിട്ട്, കാരണം മലപ്പുറത്തെ സമ്മേളനം കഴിഞ്ഞിട്ടാണ് വരുന്നത്. വി എസിനെതിരായിട്ടുള്ള നീക്കങ്ങൾ അതിശക്തമായിട്ട് വരുന്നൊരു കാലമാണിത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് വി എസിന് സീറ്റ് കൊടുക്കേണ്ടതില്ല എന്ന് ആക്ച്വലി കേന്ദ്ര കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്നുള്ള മുഴുവൻ കേന്ദ്ര കമ്മിറ്റി വരെ 1/1 ആയിട്ടാണ്. ഈ സത്യത്തിൽ വി എസ് അങ്ങനെ പ്രതീക്ഷ, കേരളത്തിലെ മുഴുവൻ കേന്ദ്ര കമ്മിറ്റി അങ്ങനെ തനിക്കെതിരായിട്ട് ഇങ്ങനെ നിരന്ന് നിന്ന് സംഘടിതമായിട്ട് പറയുന്ന അദ്ദേഹം സങ്കല്പിക്കുന്നേയില്ല. അദ്ദേഹം എന്നാൽ പിന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു പോകുന്നു. പക്ഷേ അത് പറഞ്ഞ് വി എസ് ഇവിടെ എത്തുന്നതിന് തിരുവനന്തപുരത്ത് ജനങ്ങൾ തെരുവിലിറങ്ങി. അങ്ങനെയാണ് പിന്നെ ആ കമ്മിറ്റി തീരുമാനം പി വിക്ക് മാറ്റേണ്ടി വന്നത്, വി എസ് മത്സരിക്കും എന്ന് തീരുമാനിക്കേണ്ടത്. അതൊക്കെ എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് പാർട്ടിക്ക് പുറത്തുള്ള ജനങ്ങളുമായിട്ട് ആ സമയത്ത് വി എസ് സംവദിക്കാൻ തുടങ്ങി. വി എസ് പാർട്ടിക്ക് അതീതമായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങി. അതൊരു വലിയ പൊളിറ്റിക്കൽ സ്റ്റെപ്പായിരുന്നു. ഒരു കേരള രാഷ്ട്രീയത്തിൽ അതിനു മുമ്പ് അപൂർവം ആളുകൾ മാത്രമാണ് ഈ നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പരിമിതികൾ ലംഘിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത്. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തെ സമരത്തെ അത് സ്വാഭാവികമായിട്ടും പരിമിതപ്പെടും എന്നുള്ളത് കൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോവാണ് വി എസ് ചെയ്തത്, ജനങ്ങളിലേക്ക് കൊണ്ടുപോയി. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ എന്ന് പറയുന്ന ആളുകൾക്കുള്ള വലതുപക്ഷമായുള്ള ബന്ധങ്ങൾ, അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ, സാമൂഹ്യ താല്പര്യങ്ങൾ, അതിനെ മുഴുവൻ വി എസ് ജനങ്ങളെ മുമ്പിൽ നിർത്തി തോൽപ്പിക്കുകയാണ് ചെയ്തത്. അത് ആണ് യഥാർത്ഥത്തിൽ പുതിയൊരു വി എസിനെ കേരളത്തിൽ സൃഷ്ടിച്ചെടുത്തത്. 80കളുടെ തുടക്കത്തിലോ 70കളിലുള്ള വി എസ് അല്ല 2005 ശേഷമുള്ള വി എസ്. അതുകൊണ്ടാണ് ജനങ്ങൾ വി എസിന് വേണ്ടി തെരുവിലിറങ്ങിയതും വലിയ ഭൂരിപക്ഷത്തോടു കൂടി ആ തെരഞ്ഞെടുപ്പിൽ വി എസിന് മുന്നണിയെ ജയിപ്പിക്കാൻ കഴിഞ്ഞതും പാർട്ടി പൂർണ്ണമായി എതിരായി നിന്നിട്ടും നല്ലൊരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ശോഭിക്കാൻ കഴിഞ്ഞു. ഒരു വസ്തുതയുണ്ട്. അദ്ദേഹം വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി അദ്ദേഹം പിന്നെ ഒരു മന്ത്രിസഭ ഉണ്ടാക്കി. നിങ്ങൾ കേരളത്തിൻ്റെ സമീപകാല മന്ത്രിസഭകൾ നോക്കിയാൽ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും നല്ല മന്ത്രിസഭകളിൽ വി എസിൻ്റെ മന്ത്രിസഭയാണ്. എത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ടീമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ആരുടെയും കാര്യത്തിൽ അദ്ദേഹം ഇടപെട്ടിരുന്നില്ല. അനാവശ്യമായിട്ടുള്ള ഈ പിണറായി വിജയൻ്റെ കാലത്തൊക്കെ മാതിരി സെക്രട്ടറിമാരെ വെച്ച് അദ്ദേഹം മറ്റു വകുപ്പുകൾ ഭരിച്ചിരുന്നില്ല. ഒരു പാർട്ടിയിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള മറ്റ് സഖ്യകക്ഷികളിൽപ്പെട്ട ആളുകൾ, ഇപ്പോൾ പ്രേമേന്ദ്രനെ പോലുള്ള അതിലുണ്ടായിരുന്നു, പിന്നെ അങ്ങനെ പല ആളുകളുണ്ടായിരുന്നു. ആരും വി എസിനെതിരായിട്ട് ഒരു തരത്തിലുള്ള പരാതി മുഖ്യമന്ത്രി ഉന്നയിച്ചിട്ടില്ല. നേരെ കുറച്ച് 67 EMSനെതിരായിട്ട് ഏറ്റവും കൂടുതൽ പരാതി ഉന്നയിച്ചത് കൂടെ ഉണ്ടായിരുന്ന CHനെ പോലുള്ള ആളും M ഗോവിന്ദൻ നായർ, TV തോമസിനെ പോലുള്ള ആളുകളുമായിരുന്നു എല്ലാ കാലത്തും. പക്ഷേ വി എസ് ആ കാര്യത്തിൽ ഒരു മുന്നണി മന്ത്രിസഭയെ എങ്ങനെ നയിക്കണം എന്നതിന് അതുകൊണ്ടാണ് ഈ പിണറായി വിജയൻ ഫയലുകളൊക്കെ എടുത്തുകൊണ്ട് പോയെങ്കിലും വി എസിൻ്റെ സർക്കാർ അന്ന് 1 or 2 സീറ്റിന്റെ പേരിൽ മാത്രമാണ്, അല്ലെ തിരിച്ചു വരേണ്ടതാണ് സർക്കാർ. അത് വി എസിനെ തോൽപ്പിച്ചാണെന്ന് പി ജി സുധാകരൻ പറഞ്ഞല്ലോ. പക്ഷെ ആ തരത്തിൽ ജനങ്ങൾ ആദ്യമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യം എന്നുകൊണ്ട് ഒരു മന്ത്രിസഭ വീണ്ടും അധികാരത്തിൽ വരുന്നതിന്റെ തൊട്ടടുത്ത് എത്തിക്കുന്നതിൽ വി എസ് വിജയിച്ചു. അതെ. ഇന്നിപ്പം ജി സുധാകരന്റെ ഒരു അനുസ്മരണ ലേഖനം മാതൃഭൂമി പത്രത്തിലുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞ രസകരമായ ഒരു കാര്യം, ലാവ്ലിൻ കേസിൽ CBI അന്വേഷണം വേണം എന്നുള്ള ഒരു നോട്ട് വി എസ് മന്ത്രിസഭാ യോഗത്തിൽ കൊണ്ടുവന്നു. അത് ജി സുധാകരൻ ആദ്യമായിട്ട് എതിർത്തു, മേഴ്സിക്കുട്ടിയമ്മ എതിർത്തു, ശർമ്മ എതിർത്തു. അങ്ങനെ വലിയ വിയോജിപ്പുകൾ വന്നു. അതുമുതൽക്കാണ് ജി സുധാകരനും വി എസും തമ്മിലുള്ള ബന്ധത്തിൽ മാറ്റം വന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ലാവ്ലിൻ കേസിലെ മുഖ്യപ്രതിയായിട്ട് വി എസ് അടക്കം ഉയർത്തി കാണിച്ചത് പിണറായി വിജയനെയാണ്. തൻ്റെ തന്നെ പാർട്ടിയുടെ ഒരു സെക്രട്ടറിയെ ഇങ്ങനെ അയാളുടെ ഒരു അഴിമതിക്കെതിരെ ശബ്ദം ഉയർത്തുന്ന മുഖ്യമന്ത്രി എന്നുള്ളത് ചരിത്രത്തിൽ അസാധാരണമായ ഒരു സംഭവമാണ്. യഥാർത്ഥത്തിൽ അന്ന് മന്ത്രിസഭയ്ക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല, പാർട്ടി വേറെയാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ വി എസ് അന്ന് കണ്ടിരുന്ന ഒരു കാര്യം ശരിയായിരുന്നു എന്ന് കഴിഞ്ഞ 10 വർഷം കൊണ്ട് പിണറായി വിജയൻ സ്വന്തം പ്രവൃത്തിയിലൂടെ തെളിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം, അതിൻ്റെ കുടുംബവും പിഴ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വി എസ് അന്ന് കണ്ടിരുന്നത് ശരിയായ കാര്യമായിരുന്നുവെന്നും വി എസ് പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ നടപ്പാക്കിയിരുന്നുവെങ്കിൽ, പാർട്ടി ആ നിലയ്ക്ക് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഇന്നത്തെ ദുരന്തം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാവുമായിരുന്നില്ല എന്നും യാതൊരു സംശയമില്ലാത്ത കാര്യം. പക്ഷേ വി എസിന് എനിക്ക് തോന്നുന്നു വി എസിൻ്റെ ഏറ്റവും വലിയ തെറ്റുകളിലൊന്ന്, അദ്ദേഹം പാർട്ടിയുമായിട്ട് ഇങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് പ്രവേശിക്കുകയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു പുതിയ പാർട്ടിയെക്കുറിച്ചുള്ള ഒരു ധാരണ പരത്തുകയും ചെയ്തു. അത് വി എസ് നേരിട്ട് ഒരു തവണ അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചത്
ലാസ്റ്റ് മിനിറ്റിൽ ക്യാൻസൽ ചെയ്യാണ്ടായിട്ടുള്ളത്. അത് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് VS നീക്കിയതിന് ശേഷം. അതെ, അങ്ങനെ സംഭവിച്ചു. ആ സമയത്ത് ഒരു പാർട്ടി ഈ കേരളത്തിലെ CPM നിന്ന് മാറിയിട്ട് ഒരു പുതിയ പാർട്ടി, അങ്ങനെയാണ് ഈ TP ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകൾ പാർട്ടിക്ക് പുറത്തേക്ക് വരുന്നത്. VSന്റെ പരോക്ഷമോ പ്രത്യക്ഷമായ പിന്തുണയോടുകൂടിയാണ് സംഭവിച്ചത്. പക്ഷെ പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് വിഡ്രോ ചെയ്തു. അതൊരു വലിയ രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കൂടെ നിന്നിരുന്ന ആളുകളാണ് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അതിൽ ഉത്തരവാദിത്വമുണ്ട്. ES ശർമ്മ, ചന്ദ്രൻപിള്ള, മേഴ്സിക്കുട്ടിയമ്മ തുടങ്ങി VS ലോയലിസ്റ്റുകളായി പാർട്ടിക്കകത്ത് അറിയപ്പെട്ടിരുന്നവരുടെ സമ്മർദ്ദമുണ്ട്. കാരണം അവരെല്ലാം പിണറായി വിജയൻ്റെ പേറോളിൽപ്പെട്ട ആളുകളായിരുന്നു. അവർ VSനെ കാണുമ്പോൾ VSന്റെ കൂടെ നിൽക്കുകയും VSൽ നിന്ന് ആനുകൂല്യങ്ങൾ പറ്റുകയും ചെയ്ത ആളുകളാണ്. പക്ഷേ VSനെ അവരെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. VSന് അന്ന് പുതിയൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ പാർട്ടിക്ക് അകത്ത് താഴെ തട്ടിലുള്ള ആളുകളെ മാത്രമേ ആശ്രയിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. മിഡിൽ ലെവൽ ലീഡേഴ്സ് അദ്ദേഹത്തിനോട് യഥാർത്ഥത്തിൽ ആയിരുന്നില്ല. അവർ പിണറായി വിജയനോട് കൂറ് വളർത്തിക്കൊണ്ടിരുന്നവരാണ്. അവർ VSനെ പോലെ പ്രായമുള്ള ഒരാളുടെ കൂടെ ഇനി നിന്നിട്ട് കാര്യമില്ല എന്ന് വളരെ കൃത്യമായിട്ട് തീരുമാനിച്ചിരുന്ന ആളുകളാണ്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് VS അങ്ങനെ ആയിരുന്നില്ല. ജനങ്ങളെ സംബന്ധിച്ച് VS സമരം ചെയ്യുന്ന ആളുകളായിരുന്നു. താഴെത്തട്ടിലെ പാർട്ടി സഹാക്കൾക്ക് VS അങ്ങനെ സമരം ചെയ്യുന്ന ഒരാളായിരുന്നു. അതുകൊണ്ടാണ് ചന്ദ്രശേഖരനെ പിണറായി വിജയൻ തന്നെ മുൻകൈയെടുത്ത് കൊല്ലിച്ചതിന് ശേഷവും VS ചന്ദ്രശേഖരനെ കാണാൻ വേണ്ടി ആ തെരഞ്ഞെടുപ്പ് ദിവസമാണ് അദ്ദേഹം വന്നത്. അല്ല, ഭൗതികദേഹം കാണാൻ വേണ്ടി അദ്ദേഹം പാർട്ടിയുടെ വിലക്ക് ലംഘിച്ച് കോഴിക്കോട് ടൗൺ ഹാളിൽ വന്നു. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിന്റെ ദിവസം അദ്ദേഹം മുഞ്ചത്ത് KK രമയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോയി. MN വിജയമാഷ് വലിയ തോതിൽ പാർട്ടിയുടെ ജനകീയാസൂത്രണം അടക്കമുള്ള കാര്യങ്ങളെ വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോഴും VSുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കുകയും വിജയമാഷ് മരിച്ചപ്പോൾ VS അവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരികയും ആദരവ് അർപ്പിക്കുകയൊക്കെ ചെയ്തു. അതൊന്നും പാർട്ടിയുടെ പിണറായി വിജയൻ്റെ ഒരു പാർട്ടി സെക്രട്ടറി നിലയ്ക്ക് പിണറായി വിജയൻ്റെ സമ്മതം വാങ്ങിയിട്ടല്ല. അപ്പം അത്രത്തോളം അദ്ദേഹം പോയിരുന്നു. പക്ഷേ കുറേ കൂടി അദ്ദേഹത്തിന് ഒരു റോളുണ്ടായിരുന്നു. കാരണം ചരിത്രത്തിൽ VSനെ പോലെ ഒരാൾക്ക് മാത്രമേ പുതിയൊരു മൂവ്മെൻറ്റ് ആ നിലയ്ക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു. അതിലദ്ദേഹം പതറിപ്പോയി. അത് അദ്ദേഹത്തിന് ധൈര്യം കൊടുക്കാൻ കൂടെ ഉണ്ടായിരുന്നവർക്ക് സാധിച്ചില്ലെന്ന്, അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന പലരും അവസരവാദികളായിരുന്നു എന്നാണ്. അത് ചരിത്രത്തിൽ VSന്റെ ഒരു വലിയ പരാജയമായിട്ട് നിൽക്കുന്നു. അല്ല, ഇപ്പം ഒരു കൊല്ലത്തിന് ശേഷം VS ആക്ച്വലി ഒരു 6-7 വർഷമായിട്ട് അദ്ദേഹം പൂർണ്ണമായിട്ടും പൊതുരംഗത്തില്ല, മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷമാകുന്നു. ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഒരു 4-5 പേരാണ് മരണത്തിന് ശേഷം ദീർഘകാലം ഓർമ്മിക്കപ്പെടുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് കൃഷ്ണപിള്ള തീർച്ചയായും, AKG അങ്ങനെയുണ്ട്, മറ്റൊരു കാരണത്താൽ K ദാമോദരുണ്ട്, പിന്നെ നമുക്ക് അങ്ങനെ പറയാനായിട്ട് ഒരു പക്ഷേ VS ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നത്. ഒരു പക്ഷേ ദീർഘകാലത്തേക്ക് ഓർമ്മിക്കാനിടയുള്ള ഒരു നേതാവ്. VS ഗൗരിയമ്മ തുടങ്ങിയവർക്ക് കുറെ കാലത്തേക്ക് നിലനിൽക്കുന്നുണ്ടാവും. EMS പോലും പതുക്കെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. EMS മാഞ്ഞു കഴിഞ്ഞു. EMSന്റെ ഒരു കോൺട്രിബ്യൂഷനെ കുറിച്ച് ആരും ഗൗരവമായിട്ട് എടുക്കുന്നില്ല. പിന്നെയും കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു അച്യുത മേനോനെ കുറിച്ചാണ്, അദ്ദേഹത്തിന്റെ ആ ഒരു ഭരണവൈഭവവും പിന്നെ ആളുകളെ മാനേജ്മെന്റ് രീതിയും ഒക്കെ. കാരണം അച്യുത മേനോൻ കൂടുതൽ ആക്സെപ്റ്റബിൾ ആണ്, കൂടുതൽ ഓർമ്മിക്കപ്പെടുന്നുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിമാരുടെ കാര്യത്തിൽ. അപ്പൊ അതിൽ VSന്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതുമാണ്. രാഷ്ട്രീയക്കാരെന്ന നിലയിൽ മാത്രമല്ല, ജനനായകൻ എന്ന നിലയിൽ മാത്രമല്ല, പുതിയ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മുടെ 21ാം നൂറ്റാണ്ടിലെ എൻവയൺമെന്റൽ പൊളിറ്റിക്സ്, സ്ത്രീകളുടെ പ്രാധാന്യം, കീഴാള സമൂഹത്തിന്റെ പ്രാധാന്യം, അങ്ങനെയുള്ള 100,000 പ്രശ്നങ്ങളിലേക്ക് കണ്ണയച്ച ഒരു നേതാവ് എന്ന് പറയാൻ അങ്ങനെ വേറൊരു നേതാവ് നമുക്കില്ല. VS മാത്രം. ആ അർത്ഥത്തിൽ VS ചരിത്രത്തിൽ വളരെ കാലത്തേക്ക് ചരിത്രത്തിൽ ഒരു വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു മലയാളി രാഷ്ട്രീയ നേതാവായിട്ട് എനിക്ക് തോന്നുന്നത് ദീർഘകാലം നിലനിൽക്കാനിടയുള്ള സംഭാവനകൾ VSൻ്റേതായിട്ടുണ്ട്. പക്ഷെ ആ തരത്തിലൊരു അനാലിസിസ് അല്ലെങ്കിൽ വിലയിരുത്തൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ മാത്രമേ പൂർണ്ണമായിട്ടും, സത്യത്തിൽ VSൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ആത്മകഥ അല്ല ഒരു ജീവചരിത്രം, ഒരു ക്രിട്ടിക്കൽ പൊളിറ്റിക്കൽ ബയോഗ്രഫി ആണ് ഇന്ന് കേരളത്തിന് യഥാർത്ഥത്തിൽ ആവശ്യം. എന്തുകൊണ്ടാണ് VS മറ്റു പല നേതാക്കളിൽ നിന്നും മാറി കേരളത്തിലുള്ള ഒരു 4-5 ഉത്തുംഗമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരിൽ ഒരാളായിട്ട് നിൽക്കുന്നത് എന്ന് പരിശോധിക്കേണ്ട ഒരു സന്ദർഭമാണിത്. പക്ഷെ അത് പെട്ടെന്ന് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം അതാണിത്. ഭാവിയിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കും. അല്ല, അതൊരു ഡിസ്റ്റൻസിൽ മാത്രമേ അത് നടക്കുള്ളൂ. നമുക്ക് ഒരാളെക്കുറിച്ചുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ, ആർക്കൈവൽ ഡോക്യുമെൻറ്റേഷൻ, പേഴ്സണൽ ഇതെല്ലാം കിട്ടണമെങ്കിൽ 10-30 വർഷം കഴിഞ്ഞാലേ ഇതൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും VSൻ്റെ യഥാർത്ഥ സംഭാവനകൾ
ഭാവി കേരളം കൂടുതൽ കൃത്യമായിട്ട് മനസ്സിലാക്കും എന്നാണ് ഞാൻ കരുതുന്നത്.